ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. ബാബ പറയാം, പഴയ കർമ്മ കണക്കുകളെ സമാപ്തമാക്കി സമ്പൂർണതയുടെ ഉത്സവം ആഘോഷിക്കുന്ന ബന്ധനമുക്തരായി ഭവിക്കട്ടെ. ബാബ പറയും, നമ്മൾ അന്യദേശത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ ദേശം പരംധാമമാണ്, അല്ലെങ്കിൽ ശാന്തിധാമമാണ്. അപ്പോൾ ഇവിടെ വന്ന് അനേക ജന്മങ്ങളെടുത്ത് നമ്മളുടെ ആത്മസ്വരൂപം, യഥാർത്ഥ രൂപത്തെ നമ്മൾ മറന്നു, യഥാർത്ഥ വീടിനെ മറന്നു, അച്ഛന് പരംപിത പരമാത്മാവിൻ്റെയും രൂപത്തെയും നമ്മൾ മറന്നുപോയി. അങ്ങനെ ഈ വിനാശിയായ ശരീരത്തോടു കൂടി നമുക്ക് എന്തൊക്കെ ടൈറ്റിലുകൾ കിട്ടിയോ അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നത്. ഇതെല്ലാം വിനാശി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. എപ്പോഴാണ് എല്ലാവരും വന്ന് ഈ ലോകത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ടും ബന്ധനത്തിൽ പെട്ടുപോകുന്നത്, അപ്പോഴാണ് പരമാത്മാവ് വീണ്ടും അവതരിച്ച് നമുക്ക് സ്വരൂപത്തിൻ്റെയും സ്വദേശത്തിൻ്റെയും അതേമാതിരി അച്ഛനെക്കുറിച്ചൊക്കെയുള്ള ജ്ഞാനം നൽകുന്നത്. അപ്പോൾ ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ദുഃഖത്തിൻ്റെ ലോകത്തിരുന്നാലും നമ്മളുടെ ആ സ്വരൂപത്തിൻ്റെ ഓർമ്മ തന്നെ ശാന്തി നൽകും. സ്വദേശത്തിൻ്റെ ഓർമ്മയും പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയും നമുക്ക് അളവറ്റ ശാന്തി സുഖം നൽകും. അങ്ങനെ പതുക്കെ നമ്മൾ ഈ ലോകത്ത് വന്നുണ്ടാക്കിയ അനേക കടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, വികാരങ്ങൾക്ക് അടിമപ്പെട്ട്. ആ കടങ്ങളെയൊക്കെ പതുക്കെ നമുക്ക് വീട്ടാൻ സാധിക്കും. കാരണം ശാന്തി ഉണ്ടെങ്കിലേ നമുക്ക് ശാന്തതയോട് കൂടിയിരുന്ന് നമുക്കിതെല്ലാം വീട്ടാൻ സാധിക്കും. അങ്ങനെ കടമെല്ലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടമായതെല്ലാം തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും, നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അങ്ങനെ കുറേ കാലം ആ ഒരു അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ തൃപ്തി ഉണ്ടാകും. ആത്മാവ് വളരെയധികം സുഖശാന്തി ആനന്ദമൊക്കെ ആത്മാവിന് അനുഭവമാകാൻ തുടങ്ങും. സമ്പന്നമായ അവസ്ഥയുടെ അനുഭൂതി ഉണ്ടാകും. അങ്ങനെ ജീവിക്കുന്ന അവസ്ഥയാണ് ജീവൻ മുക്ത അവസ്ഥ. ഒപ്പം തന്നെ ആത്മാവിന് തൻ്റെ സ്വദേശത്തിലേക്ക് പൂർണ്ണമായിട്ടും കടങ്ങളൊക്കെ വീട്ടി പാപമുക്തമായിട്ട് വീട്ടിലേക്കും പോകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ബാബറ ഇപ്പം എല്ലാ കണക്കുകളെയും അവസാനിപ്പിച്ച് ഈ സമ്പൂർണതയുടെ ഉത്സവം ആഘോഷിക്കാൻ പറയാം. അതായത് തനിക്ക് നഷ്ടമായതിനെല്ലാം വീണ്ടെടുത്ത് ഇനി കുറേ കാലത്തെ അഭ്യാസം വേണം, എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ധൈര്യവും സന്തോഷവും സ്നേഹവും ശാന്തിയുടെ അനുഭൂതിയിലൊക്കെ കുറേ കാലം കഴിഞ്ഞിരിക്കുമ്പോഴേ നമുക്ക് ശരിക്കും പൂർണ്ണമായ ആത്മാവിൻ്റെ സമ്പന്നതയുടെ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ബന്ധനമുക്തരായി ഭവിക്കട്ടെ. ഓം ശാന്തി.